63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് അരങ്ങുണരും. 25 വേദികളിലായി 15,000 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലാമാമാങ്കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിയിക്കും. കലോത്സവ വിജയികൾക്കുള്ള കലാകിരീടം ഘോഷയാത്രയായി പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചു. സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും നടക്കും. 249 ഇനങ്ങളിലാണ് മത്സരം. തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഇത്തവണ മത്സര ഇനങ്ങളാകും. സുനിഷ എല്ലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, കലോത്സവത്തിനായി അനന്തപുരി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? ആര്യ, കൗമാര കലാമേളയ്ക്ക് തലസ്ഥാനത്ത് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ മുതൽ ഇനിയൊരു കലാമാമാങ്കം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലേക്ക് തലസ്ഥാനം മാറുമെന്നതാണ്. നാളെ രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം 11 മണിയോടുകൂടി തന്നെ വേദി പൂർണ്ണമായും മത്സരങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ്. 11 മണിക്ക് മോഹിനിയാട്ടം, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ടമാണ് ആദ്യം വേദിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അതേ രീതിയിൽ തന്നെ മറ്റെല്ലാ വേദികളിലും ഒപ്പം മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. പ്രധാനമായും കലോത്സവത്തിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും അത് അവസാനഘട്ട മിനുക്കുപണിയും പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനിയുള്ളത് 25 വേദികളാണ് പ്രധാനമായും ഈ കലോത്സവത്തിനുള്ളത്. 25 വേദികളിൽ 249 ഇനങ്ങളിലായി 15,000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ഈ പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ പാചകത്തിനുള്ള ഇടമൊരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നാളെ രാവിലെ 7:45 KN ബാലഗോപാൽ ഈ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് അതിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം 4,000-ലധികം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് പുത്തരിക്കണ്ടം മൈതാനത്തൊരുക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും സജ്ജമായിക്കൊണ്ട് തന്നെ ആഘോഷപൂർവ്വം ഈ മേളയെ കൊണ്ടുപോകാനായി എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലപ്പുറം ഇന്നായിരുന്നു നമ്മുടെ ഈ സ്വർണ്ണക്കപ്പ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കഴിഞ്ഞ 3-4 ദിവസമായി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിങ്ങനെ ഓരോ ജില്ലകൾ കടന്ന് വരികയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരം അതിർത്തിയിൽ വലിയൊരു സ്വീകരണം നൽകിയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം ഈ നഗരപരിധിയിൽ എത്തിയപ്പോൾ തന്നെ PMG മുതൽ എനിക്ക് തോന്നുന്നു ഈ സെൻട്രൽ സ്റ്റേഡിയം വരെ ഘോഷയാത്രയായിക്കൊണ്ട് കപ്പിന് സ്വീകരണം നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുകയും ചെയ്തത്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി നാളെയോടുകൂടി തന്നെ എല്ലാ വേദികളും 25 വേദികളും സജീവമാകാൻ പോവുകയാണ്. ആര്യ, കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.